നന്നായി ജീവിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോയി റാഹത്തായി ആഖിബത്ത് നന്നായി സ്വർഗം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സന്തോഷത്തിൽ കിടക്കുന്ന നേരത്ത് ഈമാൻ സലാമത്തായി കണ്ണടക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാ രോഗികൾക്കും അല്ലാഹു എല്ലാ മനുഷ്യർക്കും ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. മനസ്സമാധാനമുള്ള ജീവിതം നൽകി അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് മഹാനവറുകൾ പറയാണ്, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ 6347 നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന മിൻ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ പെട്ടതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, തഅബ്ബദു, നിങ്ങൾ കാവലിനെ തേടണം, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം, മിൻ അർബഇ, 4 കാര്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട്. അതല്ല അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെയും നിവേദനം ചെയ്യപ്പെടുന്നു. എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആയിരുന്നു, യതഅവ്വദു മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ള ദുആയാണ്, ചെയ്യേണ്ടതുമാണ്. ദുആ എന്നുള്ളത് പൊതുവെ നമുക്കൊക്കെ ഒരു ആശ്വാസമാണ്, അതൊരു വലിയ ആലംബവുമാണ്, അവലംബവുമാണ്, ആശ്വാസവുമാണ്. എന്നല്ല, അതൊരു വലിയ ആയുധവുമാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ദുആയെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. ദുആ എന്നുള്ളത് സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിന്റെ വലിയ ഒരു ആയുധമാണ്. നമ്മൾ എന്ത് ഇടങ്ങറുണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് വാതിലൊക്കെ കുറ്റിട്ടിട്ടൊന്ന് കരഞ്ഞു തുയർന്ന വലിയ ആശ്വാസമാണ്, നമുക്കൊക്കെ അനുഭവമാണ്. നമ്മൾ പറഞ്ഞ കുറ്റങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇനി തെറ്റ് ചെയ്താൽ തന്നെ, പാപം ചെയ്താൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് കുമ്പസരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് പഴത്തിൻ്റെയും മലരിൻ്റെയും പൂവിൻ്റെയും ആവശ്യം നമുക്കില്ല. ഒരു ഇമാമിൻ്റെയും ഒരു ഖത്തീബിൻ്റെയും മുമ്പിൽ ചെന്ന് ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യവും നമ്മളെ തെറ്റും മറ്റൊരാളെ അറിയിക്കേണ്ടതും ഇല്ല എന്നല്ല, അത് പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഹറ ബിസ്സൂഇ എന്ന് ഖുർആൻ പറയും. നമ്മൾ തെറ്റ് ചെയ്താൽ അത് വേറെ ഒരാളോട് ചെന്ന് പറയാൻ ഹറാമാണ്. അത് ഖത്തീബായാലും ശരി, ഇമാമായാലും ശരി, അത് നേരിട്ട് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പറയാം. നാം ചെയ്ത തെറ്റ് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് പറയാം. മഹാനായ ഇമാം തഅവാ ഉസ്താദ് പറഞ്ഞല്ലോ, കുംഭാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. ആരുണ്ടെനിക്കെൻ്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞ് നീ കേഴണം വല്ലാതെ. അങ്ങനെ പറയണം, റബ്ബേ ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തു, റബ്ബച്ചോനെ എനിക്ക് എന്നോടല്ലാതെ ആരോടാണ് റബ്ബെ പറയാനുള്ളത് എന്ന് പറഞ്ഞ്, ആരുണ്ട് എനിക്കിന്ന് എൻ്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞ് നീ കേഴണം വല്ലാതെ. അങ്ങനെയൊക്കെ ഉണ്ട്. ദ്വേർക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭാരം തലേന്ന് ഇറക്കി വെച്ച പോലെ നമുക്ക് സ്വയം തോന്നും. ദുആ അത് അങ്ങനെ, അതെല്ലാ മതസ്ഥരും തന്നെയാണ് കാണുന്നത്. പ്രാർത്ഥന അത് വലിയൊരർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പല ദുആയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കാനാണ്. പക്ഷെ ചിലത് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, തഅബ്ബദു, നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാർക്കണം, കാവലിനെ തേടണം എന്ന് പറഞ്ഞു.
ഇവിടെ ഇമാം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് ആയിരുന്നു, എപ്പോഴെങ്കിലല്ല. കാന റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു ശൈലി അങ്ങനെ. കാന റസൂലുള്ളാഹി യതഅവ്വദു, റസൂലുള്ളാഹി തങ്ങളെ കാവലിനെ തേടി ദ്വാരക്കാറുണ്ടായിരുന്നു. മിൻ ജഹദിൽ ബലാ, നമ്മൾ കാണാതെ പഠിക്കണം, നിസ്കാരത്തിന് ശേഷം ദ്വാരക്കണം. അല്ലാത്തപ്പോഴും നമ്മളെ സിറായിട്ടുള്ള നമ്മുടേതായ ദ്വാരകളിൽ ഈ പ്രാർത്ഥനാ വചനങ്ങൾ ഉൾപ്പെടുത്തണം. എന്താണ് പറയുന്നത് നോക്കി നിങ്ങള്. ജഹദുൽ ബലാഇൽ നിന്നും തറക്കുശഖാഇൽ നിന്നും സൂഖുൽ ഖദാഇൽ നിന്നും ശമാതത്തുൽ അദാഇൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ കാവൽ തേടിയിരുന്നു. എന്താണ് തറക്കുശഖാ, എന്താണ് ജഹദുൽ ബലാ? നമ്മൾ ഒന്നും തേർന്നു അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ, അല്ലാഹുവേ ജഹദുൽ ബലാഇൽ നിന്ന് കാത്തോളണേ എന്ന്. എന്താ ജഹദുൽ ബലാ? സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം, കഠിനമായ പരീക്ഷണം. സൂറത്തുൽ ബഖറയിൽ നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ എന്ന്. അല്ലാഹുവേ ഞങ്ങൾക്ക് താക്കത്തില്ലാത്തത് ഞങ്ങളെ തലയിൽ കയറ്റി വെക്കരുതേ എന്നതാണ്. റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ, കഴിയാത്തത്, അസഖ്യമായത്, കഠിനമായ പരീക്ഷണം ഉണ്ടാവും. പരീക്ഷണത്തിന്റെ ലോകമാണ് ഈ പ്രപഞ്ചം, ഈ ദുനിയാവ്. എന്നാൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം, അതിനെ മഹാന്മാര് പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ ആ സംരക്ഷണം ആവശ്യപ്പെടുന്ന ജഹദുൽ ബലാ എന്ന ശിദ്ദത്തുൽ ബലാഇ വ മശഖ്ഖതിഹി, കഠിനമായ പരീക്ഷണം. അല്ലദീ ലാ താഖത ലിൽ അബ്ദി ബിതഹമ്മുലി, സഹിക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ മരണത്തെ പോലും ആഗ്രഹിക്കുന്ന ചില പരീക്ഷണം. അങ്ങനെ പറയുന്നു. فيدخل في جهد البلايا المصائب والفتن التي تجعل الانسان يتمنى الموت بسببها. മരിച്ചിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില പരീക്ഷണം. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. മരണമായി ഹൈറാണെങ്കിൽ മരിപ്പിക്കണമെന്നും ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിക്കുക, അങ്ങനെ ദുആ ചെയ്യണം. പക്ഷെ ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അത് അറിയാതെ ആശിച്ചു മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. സഹിക്കാൻ കഴിയാത്ത വേദന, 3 രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ ജഹദുൽ ബലായ. ഒന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന ജസദിയായ കാണുന്ന ചില പരീക്ഷണങ്ങൾ, ആളിടയിൽ പറയാൻ പറ്റാത്ത രോഗങ്ങൾ. ഞാൻ ഈ രോഗം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്നുണ്ടായി പോവല്ലോ റബ്ബേ, ചിന്തിച്ചു പോകുന്നു. സത്യത്തിൽ ഞാൻ നിരപരാധിയായ ഞാൻ ഇങ്ങനത്തെ ഒരു രോഗിയാണ് എന്ന് ആളുകൾ അറിഞ്ഞാൽ പഠിച്ചോനെ നിനക്കെന്റെ രഹസ്യം അറിയാം. പക്ഷെ ആളുകൾ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജഹദുൽ ബലാ, താങ്ങാൻ കഴിയാത്ത പരീക്ഷ. പഠിച്ച റബ്ബ് കാക്കട്ടെ. പല രോഗികളും ഉണ്ടാകുന്നത് നമ്മളോട് തന്നെ പലരും വന്നിട്ട് ദുആ ചെയ്യാൻ പറയും, ഉസ്താദ് പുറത്ത് പറയരുതേ എന്ന് പറയും. ഉസ്താദ് പുറത്ത് പറയരുത്. ഉസ്താദ് ദ്വാരക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, അത് ഒരിക്കലും ചോദിക്കരുത്. അതും കൂടെ സാന്ദർഭികമായി പറയും, നിങ്ങൾ ദ്വാരം ആർക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും ചോദിക്കരുത്. അങ്ങനെയാണ് അയാളെ പേരോട് പറഞ്ഞത് പറഞ്ഞാൽ പോലെ. ചില ആൾക്കത് അറിഞ്ഞേ പറ്റൂ. എന്നിപ്പോ അറിഞ്ഞിട്ട് കഴിഞ്ഞു. അതറിയാതിരിക്കാനാണല്ലോ പേര് പറയാതെ ദുആ ചെയ്യുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരിക്കലും, അതുകൊണ്ട് മാത്രമല്ല വിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്. വലാ തജസ്സസു എന്ന് ഖുർആൻ പറഞ്ഞു. വലാ തജസ്സുകൾ കുത്തി ചോദിക്കരുത്, ഖുർആന്റെ പ്രയോഗമാണ്. ലാ തജസ്സസു, ജാസൂസിന്റെ പണികൾ എടുക്കരുത്. ചില വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ദുആ ചെയ്ത് പുറത്തിറങ്ങി അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാ മണിക്കൊക്കെ അതിപ്പോ നിങ്ങളോട് പറയണെങ്കിൽ ഉറക്കാണ്ട് പറഞ്ഞ പോരായിരുന്നില്ല. എനിക്ക് എന്നോട് ചോദിച്ചത് ദയവ് ചെയ്തിട്ട് ഞാൻ വലാ തജസ്സസു, കുത്തി ചോദിക്കരുത്. ചില അസുഖങ്ങൾ ചില ചെറുപ്പക്കാരതല്ലെങ്കിൽ പ്രായമായവർ, ചില ഉമ്മമാരൊക്കെ വിളിച്ചു പറയും. നമുക്ക് തന്നെ അസുഖങ്ങളുണ്ടല്ലോ, അത്തരം ജഹദുൽ ബലാ, പുറത്തറിയാൻ പറ്റാത്ത രോഗങ്ങള്, കടങ്ങള്,
നമ്മൾ വിചാരിക്കാത്ത ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കടം വരുമ്പോൾ അവർ നമ്മളോട് വന്ന് പറയും, അല്ലെങ്കിൽ സ്വയം ഇരുന്ന് റബ്ബിനോട് കരഞ്ഞു പറയും, കുറച്ചോനെ ഇല്ലേ. നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, UAE വലിയ ജ്വല്ലറികൾ നടത്തിയിരുന്ന ഒരു കോടീശ്വരൻ, അവിടെ മെട്രോ സ്റ്റേഷനിൽ പിരിവിനിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മലയാളി മരുന്ന് വാങ്ങാൻ പണമില്ലാതെ UAE മെട്രോ സ്റ്റേഷനിൽ പിരിവിനിരിക്കുക. UAE കോടീശ്വരനായിരുന്ന ജ്വല്ലറി നടത്തിയിരുന്ന മലയാളി. ജഹദുൽ ബലാ, ഈമാന്റെ കരുത്തോണ്ട് അങ്ങനെ നിൽക്കുക. ചിലരൊക്കെ നെഞ്ചത്ത് വെടിവെച്ച് മരിക്കാൻ പറ്റുള്ളൂ, അവർക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈമാനുള്ള ആളുകൾക്ക് അത് കഴിയില്ല. ഞാൻ വിശദീകരിക്കണില്ല. ഒന്നതാ, മരണത്തെ പോലും ആശിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ. ചിലർ വ്യാഖ്യാനിക്കുന്നത് വീട്ടാൻ കഴിയാത്ത കടം തലയിൽ കയറുക. ജഹദുൽ ബലാ, അച്ഛനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷ ആർക്കും വരാം. എത്ര വലിയ കോടീശ്വരനും ഇത് സംഭവിക്കാം. അപ്പൊ ഇത് ദുആയുടെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. മറ്റൊന്ന് അവിടെ വിശദീകരിക്കപ്പെടുന്നത്, ജഹദുൽ ബലാഇനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ നോക്കിയാലൊന്നും കാണൂല, ശരീരത്തിലൊന്നും ആയിരിക്കൂല. കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ചില ആളുകളുണ്ടാവും, അയാളെ പേടിയില്ല, അയാളങ്ങനെ ഗീബത്ത് പറഞ്ഞ് നടക്കും. നമുക്കെതിരെ നമ്മളറിയാത്തത്, നമ്മളെ കുറിച്ചില്ലാത്തത് പറയും. അങ്ങനത്തെ ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജഹദുൽ ബലാ ആണ്, കഠിനമായ പരീക്ഷണമാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയാത്ത ഒരു അപരാധം നമ്മളെ കുറിച്ച് പറഞ്ഞ് അങ്ങാടിയിലെ ആളുകളൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യാൻ മെസ്സേജ് എടുത്ത്, അത് ശരി, അത് ശരി, അത് ശരി, എൻ്റെ മകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ മകനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഇത് ആളുകൾ ശത്മ ചെയ്യാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, അങ്ങനത്തെ ഒരാള് ഈ വ്യക്തിക്കുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ജഹദുൽ ബലാ, വലിയൊരു സഹിക്കാൻ കഴിയാത്ത, തിരുത്തിയ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. റബ്ബ് നമ്മളെ കാക്കട്ടെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ജഹദുൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറയുകയും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ. രണ്ടാമത് സൂഉൽ ഖദാ, സൂഉൽ ഖദാ, ദുഃഖകരമായ വിധികൾ, ഖദാകൾ, തീരുമാനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഖദാ ആണ്. അവിടെ നമുക്ക് അല്ലാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെടാൻ കഴിയണം. അല്ലാഹു തആല എനിക്ക് തീരുമാനിച്ചതാണ്, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. പക്ഷെ അതിനൊരു കരുത്ത് വേണം, അതിനൊരു കരുത്ത് വേണം. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വലിയ ധനികനായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു. ആത്മീയതയും ഭൗതികതയും അല്ലാഹു കൊടുത്ത വലിയൊരു മനുഷ്യനായിരുന്നു ഗൗസുൽ ആദം റഹ്മത്തുള്ളാഹി അലൈഹി. ശിഷ്യഗണങ്ങളോടുകൂടെ അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഒരു തീരത്ത്, കടൽ തീരത്തിരുന്ന് അവരുടെ കൂടെ അവർക്ക് നന്മയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദിക്റൊക്കെ ചൊല്ലിങ്ങ ഇരിക്കുമ്പോഴാണ് ഒരാൾ പുറത്ത് നിന്നിട്ട് വന്ന് പറഞ്ഞത്, ശൈഖേ, നിങ്ങളുടെ ചരക്ക് കപ്പൽ മുങ്ങിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ മുതല് കപ്പലിൽ നിറച്ച കപ്പൽ മുങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ മൂപ്പരുടെ മുഖത്തിന് ഒരു ഭാവ വ്യത്യാസം വന്നില്ല. മൂപ്പര് പറഞ്ഞു, അൽഹംദുലില്ലാ. നമുക്കതിനെ കഴിയും എന്നാലോചിച്ചു. എന്റെ ചെരുപ്പ് ആരോ കാണാനില്ല, ഉസ്താദേ നിങ്ങളെ ചെരുപ്പ് അവിടെ കാണാനില്ല, നമ്മൾ അൽഹംദുലില്ലാ പറയാം. ആരെ പോയൊക്കെ ആരെടുത്ത് നോക്കി, കാരണം നമുക്ക് എന്റെ കാല് വെച്ച് കുത്തട്ടെ, മന ഇട്ടിട്ട് നടക്കാതിരിക്കട്ടെ, കാൽമ ചോറിയാട്ടെ, ഞങ്ങളൊക്കെ നമ്മൾ പറയാം. അല്ലാഹു കാക്കട്ടെ. ഔസുല്ലാദം തങ്ങൾ പറഞ്ഞെന്താ, അൽഹംദുലില്ലാ. മൂപ്പരുടെ ആ കാര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി. പിറ്റേ ദിവസം ഇതുപോലെ ഇരിക്കുന്ന നേരത്താണ്, ശൈഖേ, ആ ഇന്നലെ മുങ്ങിയ കപ്പൽ നിങ്ങളെ കപ്പലല്ല, അത് വേറെ ആരുടെ കപ്പലാണ്. മൂപ്പരൊന്ന് കണ്ണിമ്പിട്ട് അൽഹംദുലില്ലാ.
അത് മൂപ്പരുടെ ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ അത് ഇന്റെ അല്ല, അത് അല്ലാഹ് തന്നതല്ലേ, അത് നമ്മുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞത് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ണ് ചിമ്പിയിട്ട് നോക്കിയപ്പോ വേറെ ആരുടെയെങ്കിലും കപ്പലാ മുങ്ങിയത് എനിക്ക് എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടോ നോക്കി. കാരണം ഉണ്ടാവില്ല, വേറെ ആരുടെ വണ്ടിയാണ് ഇടിച്ചിരിക്കുന്നതാണ്, അൽഹംദുലില്ലാ നമ്മളല്ലേ എന്നുള്ള അങ്ങനെ വിഷമം എനിക്കുണ്ട്. അപ്പോഴാണ് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത്. അപ്പൊ സൂഉൽ ഖളാഇൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ദുഃഖം, വിഷമം, പ്രയാസം ഉണ്ടാക്കുന്നത് വരാതിരിക്കാൻ നമ്മളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയില്ല നമുക്ക്. അപ്പോഴാണ് ഇപ്പൊ ഈ പുതിയ കാലഘട്ടങ്ങളിൽ കാണുന്ന ഈ നൈരാശ്യങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ കയറിലും ആത്മഹത്യയിലൊക്കെ അവസാനം മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്നത് സൂഉൽ ഖളാ. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞാണ്, അല്ലാഹുമ്മ റദ്ദിനാ ബിഖളാഇക, അല്ലാഹുമ്മ റദ്ദിനാ. അതൊക്കെ ഹദീസിൽ വന്ന പ്രാർത്ഥനകളാണ്. നിന്റെ ഖളാഇൽ നീ ഞങ്ങൾക്ക് തൃപ്തി തരണേ. അതിന് കരുത്ത് വേണം. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തു, സൂഉൽ ഖളാഇ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ. രണ്ടാമത് പറഞ്ഞ ദറകുശ് ശഖാ, ദറകുശ് ശഖാ, ജഹദുൽ ബലാഇ വ ദറകുശ് ശഖാ. ദറകുശ് ശഖാ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും തോറ്റുപോവുക, എന്തെങ്കിലും തൊട്ടാലും പരാജയപ്പെടുക. ശഖാ എന്നുള്ള സആദത്തിന്റെ ഓപ്പോസിറ്റ്. സആദത്ത് എന്ന വിജയം, ശഖാവത്ത് എന്ന് പറഞ്ഞ പരാജയം. ദുനിയാവിലും ആഖിറത്തിലും ചില ആളുകൾക്ക് എന്തുമ്മ തൊട്ടോ എത്ര പൈസ മുടക്കിയാൽ അതൊക്കെ പരാജയപ്പെടുക. അവിടെ നമ്മൾ നോക്കുക, പൈസ വാങ്ങിയ ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ മൈഷത്തിന് ബർക്കത്തുണ്ടായിക്കോട്ടെ, ഞാൻ ഓലൊക്കെ പട കൂട്ടി ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ച് തുടങ്ങിയാൽ തൊട്ട് അതങ്ങനെ അതിന്റെ 5-6 മാസത്തെ വാടക കൊടുത്തിട്ട് അതവിടെ വെറുതെ കിടക്കുകയാണ്. ഉസ്താദെ എന്തായാലും ചെയ്യുക, എന്ത് തൊട്ടാലും പരാജയം. റബ്ബിനോട് ദുആ ചെയ്യുക. ദറകുശ് ശഖാ, ദറകുശ് ശഖാ എന്ന ദറക എന്ന് പറഞ്ഞ പിന്നാലെ വരുന്ന, ശഖാ എന്ന പരാജയം, അതിന്റെ പിന്നാലെ നടക്കുക. റബ്ബിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനാ വചനമാണ് വദറകുശ് ശഖാ. ഈ പരാജയം കൂടെ വരുന്നതിന് തൊട്ടും അല്ലാഹുവേ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വസൂഇൽ ഖളാഇ എന്നർത്ഥം വെച്ചു വശമാതത്തുൽ അദാ. അത് വലിയൊരു പ്രശ്നം. ശമാതത്തുൽ അദാ, നമ്മുടെ സങ്കടങ്ങളിൽ ശത്രുക്കൾ സന്തോഷിക്കുക, അതിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക. ശമാതത്തുൽ അദാ, ശത്രുക്കൾ നമ്മുടെ വിഷമങ്ങളിൽ സന്തോഷിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു, ഇറാനിലെ 100ഓളം കുഞ്ഞു പൈതങ്ങളെ കൊന്നൊടുക്കി ക്രൂരനായ വൃത്തികെട്ടവൻ, അല്ലാഹു തആല അവനെ തകർക്കട്ടെ. ആ ചിത്രങ്ങൾ ഇറാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ലോകത്തേക്ക് അത് പുറത്തേക്ക് ഇട്ടപ്പോ നമ്മളെ മലയാളികളായ ചില വൃത്തികെട്ട രോഗികൾ, മാനസിക രോഗികൾ അതിനെ കമന്റ് ചെയ്ത് നമ്മൾ പലരും കണ്ടു. എന്തേ കണ്ടത്? അങ്ങനെ പോട്ടെ, കുറെ നാൾ പോട്ടെ. കുഞ്ഞു മക്കൾക്ക് ഖബറൊരുക്കിയത് കണ്ടിട്ട് ചോട്ടിൽ എഴുതുകയാണ്, അങ്ങനെ കുറെ എണ്ണം കണ്ട് എന്താവട്ടെ, പോട്ടെ. എന്തെല്ലാം അങ്ങനെ ഒരു ഈ അടുത്താണ് നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ബോട്ട് അപകടം നടന്നപ്പോൾ ഒരു കുടുംബത്തിൽ ഏകദേശം 10-20ഓളം ആളുകൾ മുങ്ങി മരണപ്പെട്ടപ്പോഴും അന്ന് നമ്മൾ കേരളത്തിലെ ചില വൃത്തികെട്ടവന്മാരുടെ വിഷലിപ്തമായ വാക്കുകൾ നമ്മൾ വായിച്ചു. അങ്ങനെ കുറെ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ എണ്ണം കുറഞ്ഞു കിട്ടുള്ളൂ എന്ന്. നമ്മുടെ ഒരു സ്ഥാപനം തകരുമ്പോൾ അതിന് സന്തോഷം വരിക, വർഗീയത മാത്രമല്ല, അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാവുന്നത്. ശമാതത്തുൽ അദാ. ചില ആളുകൾ നമ്മളോട് പറയും, ഉസ്താദിനെ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിന് കടമുണ്ട്, പക്ഷെ അത് പേര് പറഞ്ഞത് കേൾക്കണ്ട. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നുമല്ല, അത് ചില ആളുകൾക്ക് ഇന്ന ആള് കടത്തിലാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് ഒരു സന്തോഷം അങ്ങനെ ഉണ്ടല്ലോ. ചില രോഗം ഇടങ്ങറാകാന്ന് അറിയുമ്പോൾ മനുഷ്യനാണെങ്കിൽ അതുണ്ടാവില്ല. വർഗീയതയിൽ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. ഒരാള് രോഗമാണ്, ചില ആളുകൾ അങ്ങനെ തീർക്കാൻ തന്നെ പറയില്ല, ഉണ്ടൂല. കാരണം അത് നാട്ടുകാർ അതും ചെയ്യരുത്. നമ്മൾ രോഗിയാണെന്ന് അറിയുമ്പോൾ ആർക്കും, മനുഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാവില്ല. ഉണ്ടാവും. ഒരാള് രോഗിയാണ് എന്നറിയുമ്പോൾ പിന്നെ അത് ഉണ്ടാകാതെ കൊണ്ടെടുക്കുക, ആരോടും പറയണ്ട. ശരിക്കും പറഞ്ഞൊരു ക്യാൻസർ, ഇപ്പൊ ക്യാൻസറൊക്കെ ഇപ്പൊ എല്ലാവർക്കും വരുന്ന രോഗമാണ്, ഒരു ജലദോഷം പോലെ. അല്ലാഹു കാക്കട്ടെ നമ്മളൊക്കെ. അങ്ങനെ രോഗിയാണെന്ന് പറഞ്ഞാൽ അവസാനം പിന്നെ ഇയാളെ കാണാനില്ല. പിന്നെ ചോദിച്ചറിയുമ്പോൾ വരികയാണ്, ആരും അറിയിച്ചിട്ടില്ല, അറിയിക്കണ്ടെന്നാണ്, ആരോടും പറയണ്ടെന്നാ പറയണത്.
എന്താ കാര്യം? ഒരാളറിഞ്ഞ ദ്വയർക്കൂല ഹബീബേ, അല്ലാഹ് ശിഫ കൊടുക്കട്ടെ എന്ന് ദ്വയർക്കും, അല്ലാതെ അവന്റെ സൂക്കട് കൂട്ടട്ടെ എന്നുണ്ടാവില്ല. മനുഷ്യന്മാർ ദ്വയർക്കും തോന്നില്ല. എന്നിട്ട് ആ മനുഷ്യൻ പാടേ വിട്ട് ഫോർത്ത് സ്റ്റേജിൽ കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലൊക്കെ പറഞ്ഞു, അത് അറിഞ്ഞോ എന്ന ആൾക്ക് തീരെ വയ്യ, അത് നിങ്ങളെന്തായാലും ഉണ്ടാകും, നമുക്ക് വെള്ളിയാഴ്ച ദ്വയർക്കാരുന്നല്ലോ. അല്ല, അതുപോലെക്ക് അത് ഇഷ്ടമല്ല പുറത്ത് പറയണത്. ഞാൻ ചോദിച്ചിരുന്നു, പള്ളിക്ക് പറയണോ ദ്വയർക്കാൻ പറയണോ? വേണ്ട, നാട്ടുകാരൊക്കെ അറിയുന്നു. ഏതെങ്കിലും ഒരാളെ ദുആ കൊണ്ടായിരിക്കും. ലാ യുറദ്ദുൽ ഖളാഅ ഇല്ല ദുആ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കാനെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മരിച്ചിരിക്കും, ചികിത്സിച്ചാലെന്തെങ്കിലും മരിക്കും. പക്ഷെ ദുആ എന്നുള്ളത് അല്ലാഹു റസൂൽ കട്ടായം പറഞ്ഞതാണ്. ലാ യുറദ്ദുൽ ഖളാഅ ഇല്ല ദുആ. അല്ലാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അല്ലാഹുവിനോടുള്ള ദുആയല്ലാതെ റദ്ദ് ചെയ്യൂല. ദുആ എന്നാൽ അല്ലാഹ് മാറ്റിത്തരും. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ ദുആ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല, നമ്മളെ വിചാരിച്ച പോലെ ആവൂല. ഈ ആമീൻ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാതിലിൻ്റെ മൂലൊക്കെ നല്ല സ്വാധീനങ്ങളുണ്ടാവും. ഓലൊരു ആമീൻ കിട്ടിയാൽ മതിയായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറേക്കാൾ ഫലം ചെയ്യുന്ന ചികിത്സ. അല്ലാഹു എല്ലാ അസുഖങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയും കൂടി ദുആ. കാരണം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദുആഇന്റെ നേരത്ത് മലക്കുകൾ പറയുന്നത് വലക്ക മിസ്ലുക്ക് വലക്ക മിസ്ലുക്ക്, അന്റെ കാര്യങ്ങളൊന്നാവും തല അതേപോലെ നടത്തി തരട്ടെ. നമ്മുടെ കാര്യം മാത്രം തോൽക്കാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അവിടെ റസൂലുള്ളാഹി പറഞ്ഞ വലിയ പ്രയോഗമാണ് ശമാതത്തിൽ അദാ. ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കും. ഈ ദുആ എൻ്റെ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ 2 വട്ടം ദുആ ചെയ്യാം, ഞങ്ങൾ എൻ്റെ കൂടെ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിൽ ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. ഒന്നുകൂടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിൽ ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. ഒന്നുകൂടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിൽ ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് സംരക്ഷണം ചോദിക്കുന്നു, കാവൽ തേടുന്നു, മിൻ ജഹദിൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, വദറകിൽ ശഖാ, പരാജയം എൻ്റെ കൂടെ വരുന്നതിൽ നിന്നും നിന്നോട് കാവലിനെ ചോദിക്കുന്നു, വസൂഇൽ ഖളാ, പ്രയാസകരമായ ഖളാകളിൽ നിന്നും, വശമാതത്തിൽ അഅദാ, ഞങ്ങളുടെ ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു ഈ പ്രാർത്ഥന നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനമുള്ള ദീർഘായുസ്സിനെ ഓശാരമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.